ദൈവാരാധനയ്ക്കായിട്ട് കടന്നു വന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. പല പുതിയ സഹോദരങ്ങളും നമ്മളോടുകൂടെയുണ്ട്. അവർക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ബൈബിളിൽ വിശേഷാൽ പുതിയ നിയമത്തിൽ ഉപദേശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പാല് കട്ടിയായ ആഹാരം എന്ന നിലയിൽ ഉപദേശങ്ങളെ അപ്പോസ്തലനായ പൗലോസ് അതിനങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനകാരൻ്റെ ഭാഷയിൽ പറയുകയാണ് എങ്കിൽ പാലും പിന്നെ മാംസാഹാരവും എന്ന നിലയിലാണ് അദ്ദേഹം കാര്യങ്ങളെ വിഭജിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന പ്രസംഗം മാംസാഹാരമാണ്. അപ്പം അതുകൊണ്ട് പുതിയ ശിശുക്കളായിരിക്കുന്ന വല്ലവരും ഇത് കഴിച്ച് നിങ്ങൾക്ക് ദഹനക്കേടുണ്ടായി എങ്കിൽ നമുക്ക് ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇടയിൽ ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ചില ചികിത്സകൾ നമുക്കതിനു വേണ്ടി സ്വീകരിക്കാം. പിന്നെ ഉറങ്ങുന്ന സഹോദരന്മാരോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ആരംഭം മുതൽ അവസാനം വരെ ഉറങ്ങണം. ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രസംഗത്തിൻ്റെ ഉപദ്രവം നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. നിങ്ങളിങ്ങനെ ഭാഗികമായി ഉറങ്ങി അങ്ങനെ അത് അങ്ങനെ ഇടയ്ക്ക് എഴുന്നേറ്റല്ലേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കേൾക്കും, നിങ്ങൾക്ക് പ്രയാസമാകും. അപ്പോൾ ഉറങ്ങാൻ തീരുമാനിച്ച സഹോദരങ്ങൾ ഈ പ്രസംഗത്തിന് ആരംഭം മുതൽ അവസാനം ഞങ്ങൾ പ്രസംഗം നിർത്തുന്നു ഉള്ള അവസരത്തിൽ ഉണർന്നാൽ മതിയാകും എന്ന ഒരു തമാശയുടെ നിർദ്ദേശമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുകയാണ്. ശരി, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വിശ്വാസിയും ന്യായപ്രമാണവും എന്ന് പറയുന്ന വിഷയമാണ്. ദ ബിലീവർ ആൻഡ് ദ ലോ, വിശ്വാസിയും ന്യായപ്രമാണവും എന്ന് പറയുന്ന വിഷയം. അപ്പം ഞാൻ ഒരു പ്രസംഗം കൊണ്ട് തൃപ്തികരമായ രീതിയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുകയില്ല എന്നെനിക്കറിയാം. എങ്കിലും ഞാൻ ഇതിനെ സംബന്ധിച്ച് ഒരു പ്രസംഗം അങ്ങ് നടത്താൻ വിചാരിക്കുകയാണ്. നിങ്ങൾ പിന്നെ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പ്രസംഗങ്ങൾ നമുക്ക് നിശ്ചയമായിട്ടും നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് പ്രസംഗിക്കാനുള്ള കാരണം നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 15-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ വിഷയം എന്ന് പറയുന്നത് യെരുശലേം കൗൺസിൽ, യെരുശലേമിൽ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും കൂടി അവർ ചർച്ച ചെയ്ത വിഷയം ഇതാണ്. ഹൗ ദ ലോ ഈസ് റിലേറ്റഡ് ടു ദ ബിലീവർ. വിശ്വാസിയെ എങ്ങനെയാണ് ന്യായപ്രമാണം ബാധിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് അവർ ചർച്ച ചെയ്തത്. ദാറ്റ് വാസ് ദ തീം. എന്നാൽ അതിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങളോട് പറയാനായിട്ട് സാധിച്ചില്ല. ചില പ്രസ്താവനകൾ നടത്തിയപ്പോൾ ചില സഹോദരങ്ങൾ എന്നോട് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അപ്പം ഒരു പ്രസംഗം കൂടെ നടത്തണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, എങ്കിൽ മാത്രമേ ഈ പ്രസംഗം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ പ്രസംഗം പ്രധാനമായും ഒരു എക്സ്പൊസിഷൻ അല്ല, എന്ന് പറഞ്ഞാൽ വാക്യങ്ങളുടെ ഒരു വിശദീകരണം എന്ന നിലയിലല്ല ഞാൻ പ്രസംഗിക്കാൻ വിചാരിക്കുന്നത്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ തിയോളജിക്കൽ സെർമൺ, അല്ലെങ്കിൽ വേദശാസ്ത്രപരമായ ഒരു പ്രസംഗമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കാനായിട്ട് പോകുന്നത്. ശരി, നമ്മുടെ പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമായി, അപ്പോൾ അതിൻ്റെ സന്ദർഭം അനുസരിച്ചുള്ള വിശദീകരണം എന്നുള്ള നിലയിനേക്കാൾ ഉപരി അത് നമ്മളുടെ വിഷയത്തെ അവതരിപ്പിക്കുവാനുള്ള ഒരു വാക്യമായിട്ട് ഞാൻ അപ്പോസ്തല പ്രവൃത്തികൾ 15-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അതിങ്ങനെയാണ്: ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരെ കഴുത്തിൽ വയ്പ്പാൻ നിങ്ങളിപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? ഇത് ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്ന പ്രസ്താവനയാണ്. ന്യായപ്രമാണത്തെ സംബന്ധിച്ച് അപ്പം ന്യായപ്രമാണം എന്ന വാക്ക്
സത്യവേദ ബൈബിൾ പരിഭാഷയിൽ ഇടപെടുന്ന ചില സഹോദരങ്ങളുണ്ടല്ലോ. സത്യവേദ പുസ്തകത്തിൽ ന്യായപ്രമാണം എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അത് ടോറ എന്ന് പറയുന്ന ഒരു എബ്രായ പദത്തിൻ്റെ മലയാള പരിഭാഷയായിട്ടാണ്. ടോറ എന്ന് പറയുന്നത് ദൈവം മോശയ്ക്ക് നൽകിയ നിയമങ്ങൾ ഉൾപ്പെടുന്ന 5 പുസ്തകങ്ങളെയാണ് പ്രധാനമായിട്ടും ടോറ എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് അതാണ് ടോറ എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മളുടെ സത്യവേദ പുസ്തകക്കാർ ഒരല്പം ആത്മീക ഭാഷ ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് ടോറ എന്ന വാക്കിനെ ന്യായപ്രമാണം എന്നാണ് പരിഭാഷപ്പെടുത്തിയത്. ന്യായപ്രമാണം അത് നല്ല പരിഭാഷയാണ്. എന്നാൽ ന്യായപ്രമാണം എന്നുള്ള വാക്ക് നമ്മൾ അങ്ങനെ അങ്ങ് ഉപയോഗിക്കുന്നൊരു വാക്കല്ല ന്യായപ്രമാണം. അതിനേക്കാളും മെച്ചമായിരിക്കുന്ന വാക്ക് നിയമം എന്ന് പറയുന്ന വാക്ക് തന്നെയാണ്. അതാണ് POC ബൈബിളുകാർ പരിഭാഷയ്ക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നിയമം എന്ന വാക്കാണ്. ലോ എന്നാണ് ഇംഗ്ലീഷിലെ പരിഭാഷ. പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷയായിരിക്കുന്ന സെപ്റ്റൂജൻറ്റിൽ അതിനെ നോമോസ് അല്ലെങ്കിൽ ലോ എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കർത്താവ് ദൈവം പഴയ നിയമത്തിൽ മോശയോട് ചെയ്ത ഉടമ്പടിയുടെ ഭാഗമായിട്ട് ദൈവം നൽകിയ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന ആ ക്രമീകരണത്തെയാണ് യഥാർത്ഥത്തിൽ ന്യായപ്രമാണം എന്ന് പറയുന്നത്. അവിടെ മോശയുമായിട്ട് കർത്താവ് ചെയ്ത ഉടമ്പടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മോശയുമായിട്ട് കർത്താവ് നടത്തിയ ഉടമ്പടിയുടെ പ്രത്യേകത സൈനായിറ്റിക് കവനൻറ്റ്, സീനായി മലയിൽ വെച്ച് ദൈവം ഇസ്രയേൽ മക്കളോട് ചെയ്ത ഉടമ്പടി എന്നാണ് അതിനെ വിളിക്കുന്നത്. സൈനായിറ്റിക് കവനൻറ്റ് എന്നാണ് അതിൻ്റെ പ്രത്യേകത. ഇറ്റ് വാസ് നോട്ട് ആൻ അൺകണ്ടീഷണൽ കവനൻറ്റ്, അല്ലെങ്കിൽ നിരുപാധികമായിരിക്കുന്ന ഒരു ഉടമ്പടിയായിട്ടല്ല ദൈവം ഈ ഉടമ്പടി മോശയ്ക്ക് നൽകിയത്. അബ്രഹാമിന് ദൈവം നൽകിയ ഉടമ്പടി എന്ന് പറയുന്നത് നിരുപാധികമായ ഉടമ്പടിയാണ്. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും, ഞാൻ നിനക്ക് ഒരു സന്തതിയെ തരും, ഞാൻ നിനക്കൊരു ദേശം തരും, നിന്റെ സന്തതിയിൽ നിന്ന് ഒരു സന്തതി ഉണ്ടാകും, ആ സന്തതി നിമിത്തം ലോകത്തിലുള്ള സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ ഇന്നതൊക്കെ ചെയ്താൽ നിങ്ങൾക്കിത് കിട്ടുമെന്നല്ല അബ്രഹാമിനോട് പറഞ്ഞത്. അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞത്, ഞാനിത് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ദാറ്റ് ഇസ് കോൾഡ് ആൻ അൺകണ്ടീഷണൽ കവനൻറ്റ്. ഉപാധികൾക്ക് അതീതമായ നിരുപാധികമായിരിക്കുന്ന ഉടമ്പടിയാണ് അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടി. എന്നാൽ സീനായിൽ വെച്ച് മോശയോട് അല്ലെങ്കിൽ ഇസ്രയേൽ മക്കളോട് ദൈവം ചെയ്തു ഉടമ്പടി എന്ന് പറയുന്നത് നിരുപാധികമല്ല. ഉടമ്പടി അൺകണ്ടീഷണൽ അല്ല, ഇറ്റ് ഇസ് എ കണ്ടീഷണൽ കവനൻറ്റ്. പറഞ്ഞു, നിങ്ങൾ ഞാനുമായുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഞാൻ നിർദ്ദേശിക്കുന്നത് പോലെയൊക്കെ ജീവിക്കുകയാണ് എങ്കിൽ ഈ ദേശത്ത് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. എൻ്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിച്ച് വിധേയത്വത്തോടുകൂടെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് ഇന്നിന്ന അനുഗ്രഹങ്ങളുണ്ടാകും എന്നാണ് ഈ സീനായിൽ വെച്ച് കർത്താവ് ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ശരി, അപ്പസ്തലനായ പത്രോസ് പറഞ്ഞ പ്രസ്താവനയാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യത്തെ പോയിൻ്റായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആ പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞ പ്രസ്താവന ഇതാണ്: നമ്മുടെ പിതാക്കന്മാർക്ക് നമുക്കും ചുമക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ദുഃഖം. ന്യായപ്രമാണത്തെക്കുറിച്ച് മോശയോട് ദൈവം കൽപ്പിച്ച അല്ലെങ്കിൽ ദൈവം നൽകിയ ഈ ഉടമ്പടിയെക്കുറിച്ച് അപ്പസ്തലനായ പത്രോസ് പറയുന്നത് ഇതൊരു നുഖമാണ് എന്ന കാര്യമാണ്. നുഖം എന്നുള്ള വാക്ക് പൊതുവെ ഉപയോഗിച്ചിട്ടുള്ളത് അത് ഒരു നെഗറ്റീവായിട്ടുള്ള അർത്ഥം നൽകിയാണ്. എന്ന് പറഞ്ഞാൽ ഭാരം, ബന്ധനം എന്നൊക്കെയുള്ള നിലയിലാണ് നുഖം എന്നുള്ളതായിരിക്കുന്ന വാക്ക് ഇവിടെ അപ്പസ്തലനായ പത്രോസ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുഖം. അവിടെ ദൈവത്തെ അനുസരിച്ച് ദൈവം പറഞ്ഞ കൽപ്പനകളെല്ലാം പാലിച്ച് ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തുക എന്ന ഒരു ഉടമ്പടി ഉണ്ടായാൽ അതൊരു ഭയങ്കര ഭാരമാണ് എന്നതാണ് അപ്പസ്തലനായ പത്രോസ് പറയുന്നത്. നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാനുള്ളതായ ഉപാധി, ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കുവാനുള്ള മുഖാന്തരം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞ എല്ലാ കൽപ്പനകളും അനുസരിച്ച് ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ ജീവിക്കുക.
അങ്ങനെ ജീവിക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട് എന്നുള്ളത് ശരിയാണ്. അങ്ങനെ അനുസരിച്ച് ജീവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് ന്യായപ്രമാണം നൽകിയത് എന്നുള്ളതും ശരിയായിരിക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഈ ക്രമീകരണത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞതായിരിക്കുന്ന ബുദ്ധിമുട്ട് തന്നെയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? നമുക്കോ നമ്മളുടെ പിതാക്കന്മാർക്കോ ചുമക്കുവാൻ കഴിയാത്ത നുഖം. അവിടെ നിയമങ്ങളനുസരിച്ച്, ആചാര അനുഷ്ഠാനങ്ങളനുസരിച്ച്, ക്രമീകരണങ്ങളനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാനായിട്ടുള്ള ക്രമീകരണം, അത് മനുഷ്യർക്ക് നിവർത്തിക്കാൻ കഴിയാത്ത ഒരു നുഖമാണ്, അതൊരു ഭാരമാണ് എന്നതാണ് അപ്പോസ്തലനായ പത്രോസ് നമ്മളോട് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയാം, പഴയ നിയമ ന്യായ പ്രമാണത്തിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായിട്ടും അനുസരിച്ച ഈ മകനെ ഒന്ന് നിങ്ങൾ നിയന്ത്രിക്കണം. അത് ഐ തിങ്ക് ഇറ്റ് മൈ ബി വെരി നൈസ് ഓഫ് യു വി ടേക്ക് യു. ഓക്കെ, ശരി. അപ്പോൾ പഴയ നിയമ ന്യായപ്രമാണത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം, പഴയ നിയമത്തിലെ ന്യായപ്രമാണം ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ച ആരും ഇല്ല. അപ്പോസ്തലനായ പത്രോസും അപ്പോസ്തലന്മാരും അതിന് നമ്മുടെ പിതാക്കന്മാർ എന്ന് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നു മോശം മുതലുള്ളതായിരിക്കുന്ന സകല വിശുദ്ധന്മാരെ ഉൾപ്പെടുത്തിയാണ് പറഞ്ഞത്. ഇവരാരും പാലിക്കുവാൻ അല്ലെങ്കിൽ അനുസരിക്കുവാൻ കഴിയാത്ത, നമുക്കോ നമ്മുടെ പിതാക്കന്മാർക്കോ ചുമക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു നുഖം, ഒരു ബന്ധനം, ഒരു നിയമം ആണ് ന്യായപ്രമാണം എന്നാണ് പത്രോസ് പറയുന്നത്. അപ്പം അത് വളരെ അടിസ്ഥാനപരമായ ഒരു സത്യമാണ് കേട്ടോ. അത് നമ്മൾ എത്ര ആളുകൾ സത്യസന്ധമായത് ഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതായത് പ്രവൃത്തികൾ കൊണ്ട്, അനുസരണം കൊണ്ട്, ദൈവം അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കാനായിട്ട് മനുഷ്യർക്ക് കഴിയുകയില്ല. പ്രവൃത്തികളാൽ, നിയമം കൊണ്ട്, ദൈവത്തെ അനുസരിച്ച് ഞാൻ ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കും, ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കും എന്ന് പറയാനായിട്ട് ആർക്കും സാധിക്കില്ല. അപ്പം അതുകൊണ്ട് പഴയ നിയമത്തിലുള്ള ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ലയോ എന്ന് നിങ്ങൾ ചോദിക്കും. പഴയ നിയമത്തിലുള്ള ആളുകൾ രക്ഷിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ പരിച്ഛേദനയേറ്റതായിരിക്കുന്ന എല്ലാ ആളുകളും ഒന്നും വിശ്വാസികളായിരുന്നില്ല എന്നുള്ള കാര്യം അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നുണ്ടല്ലേ. പരിച്ഛേദന എന്ന് പറയുന്നത് ബാഹ്യമായിരിക്കുന്ന ഒരു കർമ്മമാണ്. യഥാർത്ഥത്തിൽ പരിച്ഛേദന ആവശ്യമായിരിക്കുന്ന ഹൃദയത്തിന് പരിച്ഛേദനയേറ്റ ആളുകൾ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ള കാര്യം അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിലുള്ള ആളുകൾ രക്ഷിക്കപ്പെട്ടു. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ന്യായപ്രമാണം അനുസരിച്ചല്ല, കൃപയാലാണ്. ദൈവത്തിൻ്റെ കാരുണ്യ നിമിത്തം ദൈവം മനുഷ്യരുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ തീരുമാനിച്ച് കർത്താവിനുള്ള ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പഴയ നിയമത്തിലുള്ള എല്ലാ രക്ഷിക്കപ്പെട്ട ആളുകളും രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെടുന്നതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ആദാം മുതൽ ഇനി രക്ഷിക്കപ്പെടുന്ന അവസാനത്തെ വ്യക്തി വരെ ഒരേ വഴിയിലൂടെയാണ് എല്ലാവരും രക്ഷിക്കപ്പെടുന്നത്. അത് കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന പരിപാടിയാണ്. കൃപയാൽ വിശ്വാസം വഴി രക്ഷിക്കപ്പെടുക. അവിടെ ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കമുണ്ട്. വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്ന കാര്യമുണ്ട്. പഴയ നിയമ വിശ്വാസികൾക്ക് പുതിയ നിയമ വിശ്വാസികളെ പോലെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം വ്യക്തമായിരുന്നില്ല. ഇന്ന് നമുക്കറിയാം വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് എന്താണ്? കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാപത്തിൻ്റെ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരക്കാരനായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ മോചിച്ചു കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം, വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നതാണ്. അപ്പം ആ നിലയിൽ വിശ്വസിക്കാനായിട്ട് പഴയ വിശ്വാസികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ അബ്രഹാം മുതലുള്ളതായിരിക്കുന്ന വിശ്വാസികളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നാണ് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിലെ ഈ വാക്യം പറഞ്ഞാൽ
ബൈബിളിനെ സംബന്ധിച്ചൊരു കേന്ദ്രീയ വാക്യമാണ്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവനെ നീതിയായി കണക്കിട്ടു എന്ന് പറയുന്ന കാര്യം. അബ്രഹാം എന്താണ് വിശ്വസിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരം നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു വിശദീകരണം ഒരു പക്ഷേ അബ്രഹാമിനോട് ദൈവം ചെയ്തതായിരിക്കുന്ന വാഗ്ദാനങ്ങളെ ദൈവം പൂർത്തീകരിക്കുമെന്നുള്ള നിലയിൽ വിശ്വസിച്ചപ്പോൾ അതാണ് തൻ്റെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്ന് കരുതാനുള്ളതായിരിക്കുന്ന ന്യായമുണ്ട്. ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ അബ്രഹാമിനോട് ദൈവം സുവിശേഷം പ്രസംഗിച്ചു, അല്ലെങ്കിൽ സുവിശേഷം അബ്രഹാമിന് ബോധ്യമായി എന്ന് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. അത് നിന്റെ സന്തതിയിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ദൈവിക വാഗ്ദാനം അബ്രഹാം വിശ്വസിച്ചതാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ന്യായപ്രമാണത്തിൻ്റെ അനുസരണം കൊണ്ട് ഒരു മനുഷ്യർക്കും രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പം ന്യായപ്രമാണത്തിൻ്റെ അനുസരണം നിമിത്തം ഒരുത്തർക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ, ഒരു നിയമത്തിൻ്റെയും ഒരു ക്രമീകരണത്തിൻ്റെയും മാനുഷിക ക്രമീകരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട്, അതിൻ്റെ അനുസരണം കൊണ്ട് രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ മുഖാന്തരമേ സാധിക്കുകയുള്ളൂ. ഒരു പ്രസ്താവനയും കൂടെ ഞാൻ അതിനോട് ചേർത്ത് പറയാം. ദാവീദ് പാപം ചെയ്തതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് രാവിലെ ചിന്തിച്ചല്ലോ. ദാവീദ് പാപം ചെയ്തതിനെക്കുറിച്ച് അതെങ്ങനെയാണ് പരിഹരിച്ച് കിട്ടിയേ? ദാവീദിൻ്റെ പാപങ്ങൾ എങ്ങനെയാണ് പരിഹരിച്ച് കിട്ടിയേ? യാഗം ആയിരുന്നോ? അല്ലോ, 51-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്കറിയാം, നീ ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല അല്ലേ? അങ്ങനെ ഇച്ഛിച്ചിരുന്നുവെങ്കിൽ ഞാൻ അത് കഴിക്കുമായിരുന്നു. അതേ രാജാവല്ലേ? ബേർശേബയുമായുള്ള പാപം, അതിന് പരിഹാരമായിട്ട് എത്ര മൃഗങ്ങളെ യാഗം കഴിക്കണം? അതൊരു 150 കാളയെയും 250 ആടിനെയും. അത് പറ്റില്ലേ? എത്ര യാഗം കഴിച്ചാലും മനഃപൂർവ്വമായി ചെയ്യുന്നൊരു പാപത്തിന് പഴയ നിയമത്തിൽ യാഗം കൊണ്ടൊരു പരിഹാരമില്ല. മനഃപൂർവ്വമായിരിക്കുന്ന പാപങ്ങൾക്ക് പഴയ നിയമത്തിൽ യാഗങ്ങൾ കൊണ്ട് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കില്ല. പിന്നെ ദാവീദ് എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തത്? തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ നീ നിരസിക്കുകയില്ല. ദൈവത്തിന് മുൻപാകെ ഹൃദയം തകർന്ന് ദൈവത്തിന് കരുണയ്ക്കായി യാചിച്ച് ദൈവം പ്രത്യേകമായി കരുണ ചെയ്തത് കൊണ്ടാണ് ദാവീദിൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടിയത്. എല്ലാ പാപങ്ങളുടെയും ക്ഷമയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ബലിമരണമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. പഴയ നിയമ വിശ്വാസികൾ മുൻപോട്ട് നോക്കി, ഇന്നത്തെ വിശ്വാസികൾ പുറകോട്ട് നോക്കി. അപ്പോൾ ഈ യേശുക്രിസ്തുവിൻ്റെ മരണമെന്ന് പറയുന്നതാണ് കേന്ദ്രീയമായിരിക്കുന്ന വിഷയം. അത് വിശ്വാസത്താൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ അതിൽ വിശ്വസിച്ച് പഴയ നിയമ വിശ്വാസികൾ, അതിൻ്റെ വ്യക്തത എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ പ്രസ്താവനകൾ സാധിക്കുകയില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പേരിൽ, യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലി മുഖാന്തരം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം എല്ലാ കാലത്തും മനുഷ്യരുടെ പാപങ്ങളെ ക്ഷമിച്ചത്. പിന്നെ ആ ക്ഷമയുടെ രീതികൾ തെളിയിക്കാനായിട്ട് അല്ലെങ്കിൽ കാണിക്കാനായിട്ട് പല ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പം അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പറയുന്ന കാര്യം, ന്യായപ്രമാണം അനുസരിച്ച് അതിൻ പ്രകാരം ദൈവത്തെ പ്രസാദിപ്പിച്ചു ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കുവാനായിട്ട് മനുഷ്യർക്ക് കഴിയുകയില്ല. അത് നമ്മളും നമ്മുടെ പിതാക്കന്മാരും തെളിയിച്ച ഒരു കാര്യമാണ്. അത് നമുക്ക് ചുമക്കുവാൻ കഴിയാത്ത ഒരു നുഖമാണ് എന്നതാണ് അപ്പോസ്തലനായ പത്രോസ് നമ്മളോട് പറയുന്നതായിട്ടുള്ള കാര്യം. ഒരു പ്രസ്താവനയോട് ഞാൻ അതിനോട് ചേർത്ത് പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറയുന്ന കാര്യം, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് മനുഷ്യർക്ക് ആർക്കും രക്ഷിക്കപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. അത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് പത്രോസ് പറയുന്നതായിട്ടുള്ള കാര്യം. അപ്പോൾ അതാണ് എൻ്റെ ഒന്നാമത്തെ പ്രസ്താവന. ന്യായപ്രമാണം എന്ന് പറയുന്നത്, ഞാൻ പറയാൻ വന്ന കാര്യം ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞു. കാര്യം ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ പറയാം. അതായത് ന്യായപ്രമാണം നൽകിയ അവസരത്തിൽ യഥാർത്ഥത്തിൽ ന്യായപ്രമാണം മനുഷ്യനെ രക്ഷിക്കാനായിട്ട് നൽകിയ ഒരു ക്രമീകരണമല്ല കേട്ടോ. ന്യായപ്രമാണം എവിടെ വെച്ചാണ് കിട്ടുന്നത്? ന്യായപ്രമാണം നൽകുന്നത് സീനായി മലയിൽ വെച്ചാണ്. സീനായി മലയിൽ ഇവരെങ്ങനെയാണ് എത്തിയത്? സീനായി മലയിൽ എത്തിയത് മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ നിന്ന് പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാം. രക്ഷിക്കപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലെത്തിയ ആളുകൾക്കാണ് ദൈവം
ന്യായപ്രമാണം കൊടുക്കുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണം എന്ന് പറയുന്നത് മനുഷ്യനെ രക്ഷിക്കാനുള്ള ക്രമീകരണമല്ല എന്നത് അത് എങ്ങനെ നൽകി എന്നുള്ളത് നോക്കിയാലും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, മോശ ഈ ന്യായപ്രമാണം ഇസ്രായേൽ മക്കൾക്ക് നൽകിയ അവസരത്തിൽ അവർ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, നല്ല പ്രസ്താവനയാകട്ടെ, നമ്മളും പറയേണ്ട പ്രസ്താവന. അവരെന്താ പറഞ്ഞ ന്യായപ്രമാണത്തെക്കുറിച്ച്? ഞങ്ങൾ ഈ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കൽപ്പനകളും അനുസരിക്കും എന്നാണ് അവർ പറഞ്ഞത്. നല്ല തീരുമാനമാകട്ടെ, നമ്മളും അങ്ങനെ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ദൈവത്തിൻ്റെ കൽപ്പനകളെ എല്ലാം നമ്മൾ അനുസരിക്കുവാൻ കടപ്പാടുള്ള ആളുകൾ തന്നെയാണ്. എന്നാൽ ആവർത്തന പുസ്തകം അതിൻ്റെ 30-ാമത്തെ അധ്യായത്തിലല്ലേ മോശ പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് കാര്യം പറയാം, നിങ്ങൾ ഈ ന്യായപ്രമാണം അനുസരിക്കാൻ പോണില്ല, നിങ്ങൾ ഈ ന്യായപ്രമാണത്തെ ലംഘിക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് ദൈവം നിങ്ങളോട് കോപിക്കും, നിങ്ങളെ ഭൂമിയുടെ അറ്റം വരെ ചിതറിച്ച് കളയും. നിങ്ങൾ ന്യായപ്രമാണ ലംഘികൾ എന്നുള്ള നിലയിൽ ദൈവത്തോടുള്ള ഉടമ്പടി ലംഘിച്ച് നിങ്ങളെ ഭൂമിയുടെ അറ്റം വരെയും ചിതറിച്ച് കളയും. എന്നാൽ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിങ്ങൾ ദൈവത്തോട് കരുണയ്ക്കായി യാചിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ കരച്ചിലിൻ്റെ നിലവിളിയുടെ ശബ്ദം കേട്ട് ദൈവം നിങ്ങളോട് കരുണ കാണിക്കുകയും നിങ്ങളെ മടക്കി വരുത്തുകയും ചെയ്യും എന്ന് പറയാം. ന്യായപ്രമാണം പാലിക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം മോശ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ മക്കളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ അനുസരിച്ച് ദൈവം പറഞ്ഞതെല്ലാം കേട്ട് മര്യാദയ്ക്ക് ജീവിച്ച ഒരു കൂട്ടം ആളുകളല്ലേ? അങ്ങനെയല്ല കേട്ടോ. എൻ്റെ പൊന്നെ, ദൈവം അവരെ സഹിച്ചത്, ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ട് ദൈവം അവരെ സഹിച്ചതാണ് കേട്ടോ. അല്ലാതെ അവരനുസരിച്ച് ദൈവപ്രസാദം ജീവിച്ച ചില കാലങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചില മനുഷ്യരൊക്കെ ദൈവത്തോട് പ്രത്യേകമായിരിക്കുന്ന ബഹുമാനവും സ്നേഹവും കാണിച്ചതിനെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ പൊതുവെ പറയുമ്പോൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു, അതാണ് അവരെക്കുറിച്ച് പറയുമ്പോഴുള്ള ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്ന പ്രസ്താവന. അതാണ് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ശരി, അപ്പോൾ അതാണ് ഞാൻ ഒന്നാമത് പറയുന്നത്. പിതാക്കന്മാർക്കും നമുക്കും അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ അംഗീകരണം പ്രാപിക്കുവാൻ കഴിയാത്ത ഒരു ക്രമീകരണമാണ് ന്യായപ്രമാണത്തിൻ്റെ ക്രമീകരണം എന്ന് പറയുന്നത്. പിന്നെ എന്തിനാ ന്യായപ്രമാണം കൊടുത്തത് എന്നുള്ളതായിരിക്കുന്ന ചോദ്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ സംശയം വന്നുവെങ്കിൽ നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ശരി, രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം കർത്താവായ യേശുക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനവും പുതിയ ഉടമ്പടിയുടെ ആരംഭവുമാണ് എന്നാണ് ബൈബിളിൽ അപ്പോസ്തലനായ പൗലോസും കർത്താവായ യേശുക്രിസ്തുവും പറയുന്നത്. അതാണ് കർത്താവായ യേശുക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാണ്. റോമാലേഖനം 10-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞ വാക്യം. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാണ് എന്ന് പറയുന്നത്. അത് നമുക്ക് റോമാലേഖനം 10-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യമാണ്. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാണ്. അവിടെ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്നതാണ് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. പഴയ നിയമത്തിൻ്റെ മുഴുവനും ഉദ്ദേശ്യം യേശുക്രിസ്തുവിനെ നമുക്ക് രക്ഷകനായിട്ട് ദൈവം ഒരുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു രക്ഷകൻ വരുന്നു എന്നുള്ള ആ ചിത്രമാണ് പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് പഴയ നിയമത്തെ പറയാം ഒരുക്കം എന്ന് വിളിക്കാം. ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ഈസ് ആക്ച്വലി പ്രിപ്പറേഷൻ. പഴയ നിയമം എന്ന് പറയുന്നത് ഒരുക്കമാണ്. പുതിയ നിയമം യേശുക്രിസ്തു എന്ന് പറയുന്നത് നിവൃത്തിയാണ്. ഈ ഒരുക്കമെല്ലാം അവസാനിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലാണ്. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം, അതിൻ്റെ നിവൃത്തി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള ദൈവം ഒരുക്കിയ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് എല്ലാം യേശുക്രിസ്തുവിൽ വന്ന് സമാപിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ദൈവം പഴയ നിയമത്തെ ക്രമീകരിച്ചത്. പഴയ നിയമത്തിലെ യാഗങ്ങൾ, പഴയ നിയമത്തിൻ്റെ ക്രമീകരണങ്ങൾ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ദൈവം ഒരുക്കുന്ന ഒരു
അതിപരിശുദ്ധമായ അതിവിലയേറിയതായ ഒരു യാഗത്തെക്കുറിച്ചാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗമാണ്. പഴയ നിയമത്തിൻ്റെ പഴയ നിയമം ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവുമാണ്. അല്ലെങ്കിൽ ഞാൻ പറയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ രണ്ടായി വേർതിരിച്ച ചരിത്ര പ്രാധാന്യമേറിയ ഈപ്പോക്ക് മേക്കിംഗ് ആയിട്ടുള്ള സംഭവമാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ പഴയ നിയമം അവസാനിക്കുകയും പുതിയ നിയമം ആരംഭിക്കുകയും ചെയ്യുന്നു. പഴയ നിയമത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന കർത്താവ് വന്നതോടുകൂടെ പഴയ നിയമം അവസാനിക്കുകയും കർത്താവായ യേശുക്രിസ്തു പുതിയ നിയമം ആരംഭിക്കുകയും ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഈ ന്യായപ്രമാണം എന്ന് പറയുന്ന കാര്യം, ന്യായപ്രമാണം, ആ കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അവിടെ ന്യായപ്രമാണം എന്ന് പറയുന്നത് പഴയ നിയമ യേശുക്രിസ്തുവിന് മുൻപേ ഉള്ളതായിരിക്കുന്ന ക്രമീകരണമാണ്. യേശുക്രിസ്തു വന്നതോടുകൂടെ ഒരു പുതിയ ക്രമീകരണം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം, ബൈബിള് വായിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്നൊരു കാര്യമാണ്, പഴയ നിയമത്തിൽ പറയുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് ബാധകമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം, അല്ലേ? നിങ്ങൾക്ക് പന്നിയെ കഴിക്കാൻ പറ്റുമോ? മുഷി അതിനെ കഴിക്കാൻ പറ്റുമോ? നിങ്ങളൊക്കെ മുഷിയെ കഴിക്കുന്നവരാന്ന് എനിക്കറിയാമല്ലോ. പന്നിയെ കിട്ടിയാൽ അതിന് മാംസം കഴിക്കും. യഹൂദിന് പറ്റില്ല കേട്ടോ, പന്നിയെ കഴിക്കാൻ പറ്റില്ല, മുഷിയെ കഴിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് അവർക്ക് പ്രത്യേകമായിരിക്കുന്ന ആഹാര നിയമങ്ങളുണ്ട്. അതൊന്നും നമ്മൾ പാലിക്കുന്നവരല്ല. ആണോ? അല്ല. എനിക്ക് പന്നിയിറച്ചി വളരെ ഇഷ്ടമാണ്. ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് ശരിയാണ്. എങ്കിലും യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ എനിക്ക് പന്നിയെ കഴിക്കാൻ പറ്റും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ പറഞ്ഞതായിരിക്കുന്ന അനേക കാര്യങ്ങൾ ഇന്ന് നമുക്ക് ബാധകമല്ല എന്നുള്ളത് നമുക്കറിയാം. നിങ്ങളാരും ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ ഒരു കുഞ്ഞാടിനെയും കൊണ്ട് വരുന്നില്ല. ആരെങ്കിലും വരുന്നുണ്ടോ? അങ്ങനെ വന്നായിരുന്നെങ്കിൽ നമുക്ക് ഇതിനെ ലേലം വിളിക്കായിരുന്നു. അത് വേറൊരു കാര്യം. ആരും വരുന്നില്ല. ആളുകളൊക്കെ കയ്യിലൊരു ബൈബിളൊക്കെ ഉണ്ട്. ഇങ്ങനെ ചില സൗരന്മാർ ഇങ്ങനെ കൈയും വീശിയാണ് വരുന്നത്. അവർക്ക് വരും. അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ആരാധനയ്ക്ക് വരുമ്പോൾ ഒരു ആടിനെ കൊണ്ട് വരേണ്ട കാര്യമില്ല. പഴയ നിയമത്തിൽ പറ്റില്ല കേട്ടോ. നിങ്ങൾ ആരാധനയ്ക്കായിട്ട് യെരൂശലേം ദേവാലയത്തിലേക്കാണ് വരുന്നതെങ്കിൽ യാഗത്തിനുള്ള ഒരു വസ്തുവുമായിട്ടേ വരാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ഒരു കാള, അല്ലെങ്കിൽ ഒരു ആട്. പിന്നെ നിങ്ങൾ ദരിദ്രനാണ് എങ്കിൽ പക്ഷികളോ അങ്ങനെയുള്ള അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. അതുമായിട്ടേ വരാനേ കൂടത്തുള്ളൂ. നമ്മൾ ആരും അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിലെ പല കാര്യങ്ങളും ഇന്ന് നമുക്ക് ബാധകമല്ല. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം, ഒരു പ്രസ്താവന ചോദിക്കാം. ടെർലിൻ ഷർട്ട് ഇടുവോ? അത് ഇടാൻ പറ്റത്തില്ല. യഹൂദനിടത്തില്ല. കാര്യം ചോദിച്ചാൽ, രണ്ട് തരത്തിലുള്ള നൂലുകൾ ഒരുമിച്ച് ചേർത്ത ഒരു വസ്ത്രം അവന് ധരിക്കാനായിട്ട് സാധിക്കില്ല. പ്രത്യേകമായ നിലയിൽ ക്രമപ്പെടുത്തിയ കാര്യം മാത്രമേ ധരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് ഞാനും കോട്ടൺ ഇഷ്ടപ്പെടുന്നയാളാണ്. ടെർലിൻ ഷർട്ടൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അത് വേദശാസ്ത്രപരമായ കാരണങ്ങളാലല്ല, എനിക്ക് സൗകര്യപ്രദമെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമം ഇന്ന് നമുക്ക് പല നിലകളിൽ ബാധകമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതെങ്ങനെയാണ് ഏത് ബാധകമാണ് ഏത് ബാധകമല്ല എന്ന് തീരുമാനിക്കുന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ പൊതുവേ വേദശാസ്ത്രികൾ പറയുന്ന ഒരു കാര്യം, എനിക്കത് സ്വീകാര്യമല്ല. എങ്കിലും നിങ്ങളത് സ്വീകരിച്ചാലും എനിക്ക് വലിയ പരാതി നിങ്ങളെക്കുറിച്ചില്ല. നിങ്ങൾ സ്വീകരിച്ചത് ഒരു ശരിയായില്ല എന്ന് ഞാൻ പറയും. എങ്കിലും പൊതുവേ വേദശാസ്ത്രത്തിൽ പറയുന്നതായിട്ടുള്ളൊരു കാര്യം, പഴയ നിയമത്തിലെ നിയമങ്ങളെ, ന്യായപ്രമാണത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് മോറൽ എന്ന് പറയുന്നതായ ഒരു മേഖലയാണ്. ധാർമ്മികമായ നിയമങ്ങൾ, 10 കൽപ്പനകൾ, പിന്നെ അതിൽ കാണുന്നതായിരിക്കുന്ന മറ്റ് കൽപ്പനകളൊക്കെ ധാർമ്മികമായ നിയമങ്ങൾ ആണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ആചാരപരമായ നിയമങ്ങളും. അത് നമ്മൾ സെറിമോണിയൽ എന്ന് പറയും. ആദ്യത്തേത് മോറലാണ് എങ്കിൽ രണ്ടാമത്തേത് സെറിമോണിയൽ, ആചാരപരമായ നിയമങ്ങൾ. എങ്ങനെയാണ് യാഗം കഴിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ഉത്സവം ആചരിക്കേണ്ടത്,
എങ്ങനെയാണ് നിങ്ങൾ ദശാംശം കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആചാരപരമായിരിക്കുന്ന കാര്യങ്ങളാണ്. മൂന്നാമത് രാഷ്ട്രീയമായ സിവിൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിൽ എങ്ങനെയാണ് ഭരണം നടത്തേണ്ടത്, അതിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ന്യായപ്രമാണത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. മോറൽ എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ നിയമങ്ങൾ, രണ്ട് സിവിൾ സെറിമോണിയൽ എന്ന് പറഞ്ഞാൽ ആചാരപരമായ കാര്യങ്ങൾ, മൂന്നാമത്തേത് സിവിൾ എന്ന് പറയുന്ന രാഷ്ട്രീയമായിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം അതിൽ ധാർമ്മികമെന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇന്ന് നമുക്ക് ബാധകമായിട്ടുള്ളൂ. സെറിമോണിയലും സിവിളും ഇത് രണ്ടും നമുക്ക് ബാധകമല്ല എന്നതാണ് പൊതുവെ എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇന്ന് റിഫോംഡ് കാൽവിനിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർ ഈ വിശദീകരണമാണ് നിങ്ങൾക്ക് തരിക. റിഫോംഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ചോദിക്കും, അവർ പറയും ന്യായപ്രമാണത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. അത് മോറൽ, സെറിമോണിയൽ, സിവിൾ എന്നുള്ള മൂന്ന് തിരിവാണ്. അതിൽ രണ്ട് ഭാഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തോടും പരിപാടിയോടും കൂടെ അവസാനിച്ചു. പറയുന്ന ഭക്ഷണ നിയമങ്ങളും യാഗത്തോടുള്ള ബന്ധത്തുള്ള നിയമങ്ങളും ആചാരപരമായ കാര്യങ്ങളും ഒന്നും ഇന്ന് നമുക്ക് ബാധകമല്ല. അത് പഴയ ആ ഉടമ്പടിയുടെ ഭാഗമായിട്ട് മാറിപ്പോയതായിട്ടുള്ള കാര്യമാണ്. അതുപോലെ സിവിൾ എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ബാധകമല്ല. ഇത് നമുക്ക് ബാധകമായിരിക്കുന്നത് ഈ മോറൽ എന്ന് പറയുന്ന 10 കൽപ്പനകൾ, മറ്റ് കൽപ്പനകൾ, അങ്ങനെയുള്ളതായിരിക്കുന്ന ധാർമ്മിക നിയമങ്ങൾ മാത്രമേ നമുക്ക് ബാധകമായിട്ടുള്ളൂ എന്നതാണ് അവർ പറയുന്ന ഒരു കാര്യം. എന്നാൽ അതിനുള്ള പ്രശ്നം ഞാൻ പറയാം. അതിനുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ നിങ്ങൾ പറഞ്ഞാലും എനിക്ക് വലിയ വിരോധമൊന്നുമില്ല കേട്ടോ. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അല്ലേ. സിവിൾ, മോറൽ, സെറിമോണിയൽ എന്നിങ്ങനെ തിരിച്ചേച്ച് അതിൽ മോറൽ എന്ന് പറയുന്ന കാര്യമേ ഉള്ളൂ നമുക്കിന്ന് ബാധകമായിരിക്കുന്നു. സെറിമോണിയലും അതുപോലെ തന്നെ സിവിളുമായിട്ടുള്ള കാര്യങ്ങൾ പഴയ നിയമത്തിൻ്റെ ഭാഗമായി ഇസ്രയേലിനോട് ബന്ധപ്പെടുത്തിയുള്ള കാര്യമാണ്. അതിന്ന് വിശ്വാസികൾക്ക് ബാധകമല്ല എന്ന് പറയുന്ന ഒരു വിശദീകരണം വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു വിശദീകരണമാണ്. എന്നാൽ അതിനുള്ള പ്രശ്നം ഞാൻ പറയാം. അത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിലോ കർത്താവായ യേശു ക്രിസ്തുവോ അപ്പസ്തലന്മാരോ ഈ ന്യായപ്രമാണത്തെ ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടില്ല. അതാണ് അതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇത് പഠന സൗകര്യത്തിനായിട്ട് മോറൽ, സെറിമോണിയൽ, പൊളിറ്റിക്കൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തിരിക്കാം. അതിനകത്ത് പ്രശ്നമില്ല. എന്നാൽ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് ഈ നിലയിൽ ഇതിനെ മൂന്നായിട്ട് തിരിച്ച ഒരു രീതി യഹൂദന്മാർക്കോ പഴയ നിയമത്തിലുള്ള വിശ്വാസികൾക്കോ പുതിയ നിയമത്തിൽ അപ്പസ്തലന്മാർക്കോ കർത്താവായ യേശു ക്രിസ്തുവിനോ അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കർത്താവ് ന്യായപ്രമാണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രേ വന്നത് എന്ന് കർത്താവ് പറഞ്ഞു. അവിടെ കർത്താവ് പറഞ്ഞതിന് ശേഷമായിട്ട് പറഞ്ഞു, ആകാശവും ഭൂമിയും അല്ലെ, ആകാശവും ഒഴിഞ്ഞു പോയാലും ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകുകയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം കർത്താവ് പറഞ്ഞു, ഈ കൽപ്പനകളിൽ ഏറ്റവും ചെറിയത് ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആള് സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായിരിക്കും എന്ന് കർത്താവ് പറഞ്ഞു. അവിടെ ഈ കൽപ്പനകളെന്ന് പറഞ്ഞത് പഴയ നിയമത്തിൽ പറഞ്ഞ എല്ലാ കൽപ്പനകളുമാണ്. ന്യായപ്രമാണത്തോട് ബന്ധപ്പെടുത്തി കർത്താവ് പറഞ്ഞ എല്ലാ കൽപ്പനകളെയും ഉൾപ്പെടുത്തിയാണ് കർത്താവ് പറഞ്ഞത്. അതുപോലെ തന്നെ പൗലോസും യാക്കോബ് അപ്പോസ്തലനും ഒക്കെ ന്യായപ്രമാണത്തെ അങ്ങനെ വിഭജിക്കുവാൻ അനുവദിക്കുന്ന ആളുകളല്ല. യാക്കോബ് അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? ന്യായപ്രമാണത്തിന് ഒരു കൽപ്പന ലംഘിക്കുകയും ബാക്കിയൊക്കെ പാലിക്കുകയും ചെയ്താലും നിങ്ങൾ കൽപ്പന ലംഘനക്കാരനാണ് എന്ന് തന്നെയാണ് യാക്കോബ് പറയുന്നത്. അതേ ആശയമാണ് അപ്പോസ്തലനായ പൗലോസിനും ഉള്ളത്. അപ്പം അതുകൊണ്ട് ഈ നിലയിൽ നമ്മൾ ന്യായപ്രമാണത്തെ മൂന്നായിട്ട് തിരിച്ച് അതിൽ ഒരു ഭാഗം നിലനിൽക്കുന്നു, രണ്ട് ഭാഗം നിലനിൽക്കുന്നില്ല എന്ന് പറയാൻ പഴയ നിയമമോ പുതിയ നിയമമോ അപ്പസ്തലന്മാരോ കർത്താവോ ഒന്നും അനുവദിക്കുന്ന ഒരു കാര്യമല്ല. ന്യായപ്രമാണത്തെ ഒന്നായിട്ടാണ് അവരെല്ലാവരും കണ്ടത്. അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ പറഞ്ഞതുപോലെ, ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരു ഗ്ലാസിൻ്റെ കഷണമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഒരു ഗ്ലാസിൻ്റെ ഷീറ്റ് ആണെന്ന് വിചാരിക്കുക. അതിലേതെങ്കിലും ഒരു ഭാഗം പൊട്ടിച്ച് കളഞ്ഞാൽ പിന്നെ ഗ്ലാസ് പിന്നെ കൊള്ളൂല. അപ്പോൾ ബോറലായിട്ടുള്ള ഭാഗം നിൽക്കട്ടെ, ബാക്കി രണ്ട് ഭാഗം പൊട്ടിച്ച് കളയാമെന്ന് വിചാരിച്ചാൽ ഇറ്റ് ഇസ് ബ്രോക്കൻ, ഇറ്റ് ഇസ് യൂസ്ലെസ്. യു കനോട്ട് യൂസ് ഇറ്റ്, യു കനോട്ട് ഡു ദാറ്റ്. അത് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അവിടെ പഴയ നിയമം ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരു യൂണിറ്റാണ്. അത് ഒരുമിച്ച് നിൽക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ചില ഭാഗങ്ങൾ നിലനിൽക്കുന്നു, ബാക്കി ഭാഗങ്ങൾ
അവസാനിച്ചു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പം അതിനെക്കുറിച്ച് ഏറ്റവും നല്ല ഒരു സമീപനം എന്ന് പറയുന്നത് അപ്പസ്തലനായ പൗലോസ് പറയുന്ന ആണതിൻ്റെ അർത്ഥം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവന ഞാൻ വീണ്ടും ആവർത്തിക്കണം. അദ്ദേഹം പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു എന്ന് പറഞ്ഞു. ന്യായപ്രമാണത്തിൻ്റെ അന്തമാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പരിസമാപ്തിയാകുന്നു. ടെലോസ് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കാണ് അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. എയിം, ഗോൾ, എൻഡ് എന്നൊക്കെ നമുക്ക് പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന ഒരു വാക്കാണ് അത്. അവിടെ അതിനെക്കുറിച്ച് ഡഗ്ലസ് മൂ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറഞ്ഞതുപോലെ, നിങ്ങൾ ഒരു ഓട്ടം ഏർപ്പെടുകയാണെങ്കിൽ 100 മീറ്റർ ഓട്ടമാകട്ടെ, പിന്നെ നമ്മുടെ തോമസ് ആൻഡ് സഹോദരൻ എത്രയായിരുന്നു, 5000 മീറ്ററൊക്കെ ഓടുന്നത് അല്ലേ. അപ്പോൾ ഒരു ഓട്ടത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഫിനിഷ് ലൈനുണ്ട്. ഫിനിഷ് ലൈൻ അവിടെ നമ്മൾ കതച്ച് എവിടേക്കാണ് ഓടുന്നത്? ഫിനിഷ് ലൈനിൽ ഇങ്ങനെ റിബണൊക്കെ കെട്ടിയിരിക്കും ചിലതല്ലേ. അപ്പം അങ്ങനെയുണ്ട്. അതേ വന്ന് ടച്ച് ചെയ്യുക എന്നുള്ളതാണ് ആ ഓട്ടത്തിൻ്റെ ഉദ്ദേശം. എന്നാൽ ഒരു ഓട്ടക്കാരൻ വിചാരിക്കുകയാണ് ഈ ഫിനിഷ് ലൈൻ കഴിഞ്ഞ് പിന്നെ ഓടാമെന്ന് വിചാരിച്ചാൽ അത് ശരിയായിരിക്കും. അല്ല, അതിൻ്റെ ആവശ്യമില്ല. അല്ല, അത് ഈ ഓട്ടത്തെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്നൊരു കാര്യമല്ല. അപ്പം അതാണ് യഹൂദന്മാരോട് അപ്പസ്തലനായ പൗലോസ് പറഞ്ഞത്. യേശുക്രിസ്തുവാണ് ഫിനിഷ് ലൈൻ. യേശുക്രിസ്തുവാണ് ഫിനിഷ് ലൈൻ. ഫിനിഷ് ലൈൻ വന്നതിന് ശേഷം പിന്നെ ഇവർ ഓടുക. വാട്ട് കൈൻഡ് ഓഫ് റണ്ണിങ് ഈസ് ദാറ്റ്? അത് എന്തോ ഓട്ടമാണ് എന്നാണ് അപ്പസ്തലനായ പൗലോസ് ചോദിക്കുന്നത്. അപ്പം കർത്താവായ യേശുക്രിസ്തുവിൽ പഴയ നിയമം, പഴയ ഉടമ്പടി അവസാനിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ ഒരു പുതിയ ഉടമ്പടി ആരംഭിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു കർത്താവ് തന്നെ കാണിച്ചു കൊടുത്തതായിരിക്കുന്ന രാത്രിയിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു എന്ന് പറഞ്ഞു. ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, അല്ലെങ്കിൽ പഴയ ആ കാലഘട്ടം, പഴയ ആ നിയമം, പഴയ ക്രമീകരണം അത് അവസാനിച്ചു. ഒരു പുതിയ ക്രമീകരണം, ഒരു പുതിയ ഉടമ്പടി കർത്താവായ യേശുക്രിസ്തുവിൽ ആരംഭിക്കുകയാണ്. അപ്പം അതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൽ, കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളിലൂടെ ദൈവം ചെയ്തതായിരിക്കുന്ന കാര്യം. പഴയ നിയമത്തിൻ്റെ അവസാനം കർത്താവ് തന്നെ അത് പറഞ്ഞല്ലോ. യോഹന്നാൻ അപ്പോസ്തലനാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, മോശ മുഖാന്തരം, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. പിന്നെ കർത്താവ് പറഞ്ഞപ്പോൾ പറഞ്ഞു, മോശയും ന്യായപ്രമാണവും യോഹന്നാൻ സ്നാപകൻ വരെ. മോശയും ന്യായപ്രമാണവും യോഹന്നാൻ സ്നാപകൻ വരെ. അപ്പം യോഹന്നാൻ സ്നാപകന് ശേഷം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനം, യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് താൻ പഴയ ന്യായപ്രമാണത്തിന് കീഴിലാണ് താൻ പ്രവർത്തിച്ചത് എന്നുള്ളത് നമ്മൾ ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. എന്നാൽ കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോടുകൂടെ ഒരു പുതിയ ക്രമീകരണം ആരംഭിച്ചിരിക്കുകയാണ്. ഒരു പുതിയ സംവിധാനം, ഒരു പുതിയ പരിപാടി ദൈവം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം ആ നിലയിലാണ് പഴയ നിയമത്തെക്കുറിച്ച് നമ്മളിപ്പോൾ കാണുമ്പോൾ പറയുന്നത്. ഇനി പഴയ നിയമത്തെ എല്ലാം നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് ഒരു നല്ല ഉദാഹരണം എന്ന് പറയുന്നത്, ഒരു പുതിയ ഉടമ്പടി, ഒരു പുതിയ ക്രമീകരണം എന്ന് പറയുന്നത്, നല്ല ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ഇന്ത്യ മഹാരാജ്യം 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം പ്രാപിച്ചു. അവിടെ അന്ന് വരെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു ഒരു ഭരണ ക്രമീകരണമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 1947 ഓഗസ്റ്റ് മാസം 15 കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ അല്ല, അവരുടെ അധീനതയിലല്ല. അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. 1950 റിപ്പബ്ലിക് ആകുന്നല്ലേ, 1950 അല്ലേ, ജാനുവരി 26 അല്ലേ. അപ്പം അത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഒരു പുതിയ ഭരണഘടന ഇന്ത്യ ഗവൺമെൻറ് ഉണ്ടാക്കി. അതാണ് പുതിയ അവരുടെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ത്യക്ക് ഒരു പുതിയ ഭരണഘടനയുണ്ട്. ആ ഭരണഘടന നോക്കിയാൽ 3 പ്രത്യേകതകൾ അതിൽ കാണാൻ പറ്റും. ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ, പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന ഭരണ ക്രമീകരണത്തിൽ നിയമങ്ങളിൽ ഒരു നല്ല പങ്ക് അവരങ്ങ് ഉപേക്ഷിച്ചു, വേണ്ടെന്ന് വെച്ചു. പിന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ ഇല്ലാതിരുന്ന കുറേ നിയമങ്ങൾ പുതുതായിട്ട് ഇന്ത്യൻ നിയമത്തിൽ എഴുതി ചേർത്തു. പിന്നെ മൂന്നാമത് പറയാനുള്ളത്, ബ്രിട്ടീഷുകാരുടെ പല നിയമങ്ങളും മാറ്റം വരാതെ പുതിയ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അങ്ങനെ 3 കാര്യങ്ങൾ ഈ ഭരണഘടനയെക്കുറിച്ച് പറയാൻ പറ്റും.
കർത്താവായ യേശുക്രിസ്തു പുതിയ നിയമത്തെക്കുറിച്ചും പറയുമ്പോൾ നമുക്കിത് പറയാനായിട്ട് സാധിക്കും. കർത്താവായ യേശുക്രിസ്തുവിൽ ദൈവം ഒരു പുതിയ ക്രമീകരണം ആരംഭിച്ചിരിക്കുകയാണ്. പഴയ നിയമത്തിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പുതിയ നിയമത്തിൽ കർത്താവ് നമ്മളോട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് പുതിയ നിയമത്തിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ പഴയ നിയമത്തിലുള്ള പല കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ടുണ്ട്. പിന്നെ പഴയ നിയമത്തിലെ പല കാര്യങ്ങളും മാറ്റമില്ലാതെ പുതിയ നിയമത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറയാം, പഴയ നിയമത്തെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ എങ്ങനെയാണ് പുതിയ നിയമം പഴയ നിയമത്തെ കാണുന്നത് എന്നുള്ള നിലയിൽ വേണം അതിനെ വ്യാഖ്യാനിക്കാനായിട്ട്. അല്ലെങ്കിൽ ഡഗ്ലസ് മൂവിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയും, പുതിയ നിയമത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാത്ത ഒരു കാര്യം പുതിയ നിയമവിശ്വാസികൾ ചെയ്യണം എന്ന് പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. പുതിയ നിയമത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാത്ത ഒരു ക്രമീകരണം, പഴയ നിയമത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം പുതിയ നിയമവിശ്വാസികൾക്ക് ബാധകമാണ് എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. പെന്തക്കോസ്തുകാരൊക്കെ ആണെങ്കിൽ ദശാംശത്തിൻ്റെ കാര്യം, ഉപദേശം, ദശാംശം കൊടുക്കുന്ന നല്ല കാര്യമാണെന്നുള്ള കാര്യം ശരിയാണ്. എന്നാൽ അതിൻ്റെ ഉപദേശം തെളിയിക്കുന്നത് എവിടുന്നാണെന്നറിയാമോ? പഴയ നിയമത്തിൽ നിന്ന്. പുതിയ നിയമത്തിൽ ദശാംശം കൊടുക്കണമെന്നുള്ളതായിരിക്കുന്ന ഒരു കൽപ്പനയും പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് പഴയ നിയമത്തിൻ്റെ ക്രമീകരണമായിരിക്കുന്ന ഒരു നിർദ്ദേശം പുതിയ നിയമത്തിൻ്റെ ഭാഗമായിട്ട് പറയാനായിട്ട് സാധിക്കുകയില്ല. പുതിയ നിയമത്തിൽ എങ്ങനെയാണ് ഗിവിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇന്ന് അതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കാൻ. അല്ലാതെ പഴയ നിയമത്തിൽ നിന്ന് ദശാംശം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് അനുഗ്രഹിക്കാവുന്ന മലാക്കി പ്രവാചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദശാംശവുമായിട്ട് വരണം. അപ്പം ഞാൻ പറയും, പഴയ നിയമത്തെക്കാളും മെച്ചമല്ലേ പുതിയ നിയമം? 10% പഴയ നിയമത്തിൽ കൊടുക്കാൻ പറഞ്ഞെങ്കിൽ അതിൽ കൂടുതൽ കൊടുക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ നിശ്ചയമായിട്ടും പറയും. എന്നാൽ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ സ്വാതന്ത്ര്യമുണ്ട്. ഓരോരുത്തരും അവനവൻ്റെ കഴിവിനനുസരിച്ച് മനസ്സിൽ നിശ്ചയിച്ചതുപോലെ സ്വമേധാ മനസ്സോട് കൊടുക്കട്ടെ. സന്തോഷത്തോടു കൂടെ കൊടുക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ് പുതിയ നിയമത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്നതാണ്. അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞതും പുതിയ നിയമത്തിൽ ആവർത്തിച്ചിട്ടില്ലാത്തതുമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആ നിലയിൽ ബാധകമല്ല. എന്നാൽ അതിനെക്കുറിച്ചൊരു കാര്യം കൂടെ പറയണം. പഴയ നിയമം 10 കൽപ്പനകളൊന്നും നമുക്ക് ബാധകമല്ലേ? ഇസ്രയേലിന് ബാധകമായിരുന്നതുപോലെ ബാധകമല്ല. എന്നാൽ അതിലെ പ്രമാണങ്ങൾ ദൈവം അതെന്തുകൊണ്ടാണ് നൽകിയതെന്നും അതിൽ നിന്ന് എന്താണ് ഉദ്ദേശിച്ചതെന്നും ഒക്കെ നമുക്ക് പഠിക്കുവാനും അതിൽ നിന്ന് പാഠങ്ങൾ കൊള്ളുവാനുമായിട്ടുണ്ട്. അതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. എന്നാൽ പഴയ നിയമ ക്രമീകരണത്തിൻ്റെ കീഴിലല്ല എന്നാണ് പറയുന്നത്. ഒരു തെളിവും കൂടെ ഞാൻ അതിനെക്കുറിച്ച് പറയാം. പഴയ നിയമ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ 10 കൽപ്പനകളുടെ കീഴിലല്ല നമ്മളെന്ന് പറയാനുള്ളതിൻ്റെ കാരണം ഞാൻ പറയാം. വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളത് 7ാമത്തെ കൽപ്പനയല്ലേ? വ്യഭിചാരം ചെയ്താൽ എന്താ സംഭവിക്കുക? നിങ്ങളിനിയും വ്യഭിചാരം ചെയ്യരുത് എന്നൊരു പ്രബോധനം ഉണ്ടാവും. അതുപോലെ തന്നെ എന്തു ചെയ്യും? തിരുവത്താഴത്തിന് നിങ്ങളെ ഒന്നുമല്ല കേട്ടോ, കല്ലെറിഞ്ഞും കൊല്ലുക, അതാ പണി. അത് വേറെ പരിപാടിയൊന്നുമില്ല. വ്യഭിചാരം ചെയ്തയാളെ കല്ലെറിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം പഴയ നിയമം ബാധകമാണോ? ബാധകമാണെങ്കിൽ കുറ്റവും പിന്നെ കുറ്റത്തിലുള്ള ശിക്ഷയും ബാധകമാണെന്ന് പറയണം കേട്ടോ. മുസ്ലിങ്ങൾ പറയും കേട്ടോ, കല്ലെറിഞ്ഞ് കൊല്ലുന്നതിനെ കുറിച്ചുള്ള ആയത്ത് ഏതായാലും ആട് തിന്നുപോയി എന്നാണ് അവർ പറയുന്നത്. അതൊരു നല്ല കാര്യമായിപ്പോയി. ഏതായാലും നന്നായി. അപ്പം ഞാൻ പറയുന്നത്, പഴയ നിയമം ബാധകമാണ് എന്ന് പറയുന്നുവെങ്കിൽ പഴയ നിയമത്തിൻ്റെ നിയമങ്ങളും ആ നിയമലംഘനത്തിനുള്ള ശിക്ഷയും ബാധകമാണ്. അപ്പം അങ്ങനെ ഒരു ക്രമീകരണമല്ല പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വ്യഭിചാരം ചെയ്യരുത് എന്ന് അപ്പം പറയാം. ഈ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പഴയ നിയമത്തിലെ 10 കൽപ്പനകളിൽ 9 കൽപ്പനകളും ആവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. പഴയ നിയമത്തിലെ 10 കൽപ്പനകളിൽ 9 കൽപ്പനയും ആവർത്തിച്ചിട്ടുണ്ട്. ആവർത്തിക്കാത്ത കൽപ്പന ഏതാണ്? ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് പറയുന്ന 4ാമത്തെ കൽപ്പന ആവർത്തിച്ചിട്ടില്ല. ബാക്കി 9 കൽപ്പനകളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഞാൻ രണ്ടാമത് നിങ്ങളോട് പറഞ്ഞത്. കർത്താവായ യേശുക്രിസ്തു പഴയ ഉടമ്പടിയുടെ അവസാനവും പുതിയ ഉടമ്പടിയുടെ ആരംഭവുമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോടുകൂടെ വിശ്വാസികളെ ഒരു പുതിയ ക്രമീകരണത്തിൻ്റെ ഉള്ളിൽ ദൈവമാക്കിയിരിക്കുന്നു. ദേ ആർ ഇൻ എ ന്യൂ ഡിസ്പെൻസേഷൻ. ഒരു പുതിയ ക്രമീകരണത്തിലാണ്. ആ ക്രമീകരണത്തെ കൃപ എന്നാണ് അപ്പസ്തലനായ പൗലോസ് വിളിക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല,
നാം കൃപയ്ക്ക് അത്രേ അധീനരായിരിക്കുന്നത്. യഥാപസ്തലനായ പൗലോസ് പറയും, അല്ലെങ്കിൽ നാം പറയും സുവിശേഷത്തിന് അത്രേ അധീനരായിരിക്കുന്നത്. ലോ ആൻഡ് ദ ഗോസ്പൽ, ലോ ആൻഡ് ഗ്രേസ്, ഓൾഡ് ഏജ് ആൻഡ് ദ ന്യൂ ഏജ്, പഴയ നിയമവും പുതിയ നിയമവും, പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും. എനിക്ക് ശേഷിക്കുന്ന ചില മിനിറ്റുകൾ കൊണ്ട് ഞാൻ മൂന്നാമത് ഒരു കാര്യം കൂടെ പറയാം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ന്യായപ്രമാണം അനുസരിക്കാൻ ആർക്കും കഴിയാത്ത വിധം അത് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു നുഖമായിരുന്നു എന്നാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. രണ്ടാമത് പറയുന്നത്, നമുക്ക് പറയാൻ കഴിയുന്ന കർത്താവായ യേശു ക്രിസ്തു പഴയ നിയമത്തിൻ്റെ അവസാനവും പുതിയ നിയമത്തിൻ്റെ ആരംഭവുമാണ് എന്നതാണ് ഞാൻ രണ്ടാമത് പറയുന്നത്. മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പുതിയ നിയമത്തിൻ്റെ പുതിയ ക്രമീകരണത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് ഒന്നോ രണ്ടോ പ്രസംഗങ്ങളിൽ വിശദീകരിച്ചാലും ഒന്നും മതിയാകുന്ന ഒരു വിഷയമല്ല. എങ്കിലും ഞാൻ വേഗത്തിൽ അതിനെക്കുറിച്ച് പറയാം. പഴയ നിയമത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പഴയ നിയമത്തിൻ്റെ ഊന്നൽ, ശ്രദ്ധ എന്ന് പറയുന്നത് ബാഹ്യമായ കാര്യങ്ങൾക്കും ബാഹ്യമായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെയാണ്. ആന്തരികമായിട്ട് പ്രാധാന്യം ഇല്ലെന്നൊന്നുമല്ല ഞാനീ പറഞ്ഞത്. അതിൻ്റെ ഊന്നൽ, അതിൻ്റെ ശ്രദ്ധയെന്ന് പറയുന്നത്, നിങ്ങളൊരു യാഗം കൊണ്ടുവന്നാൽ ആ യാഗം ഏത് നിലയിൽ ദൈവസ്വീകാര്യമായ യാഗമായിരിക്കണം എന്ന് ചോദിച്ചാൽ അതിന് നിങ്ങൾ ഹൃദയംഗമായിട്ട് ദൈവത്തെ സ്നേഹിച്ച് കർത്താവിനോടുള്ള നന്ദി പ്രകാശിപ്പിച്ച് വേണം അത് കൊണ്ടുവരുവാൻ എന്നല്ല പറഞ്ഞേക്കുന്നത്. അതും അതിനകത്ത് വാഗമാണെന്നുള്ള കാര്യം ശരിയാണ്. നമുക്കതിന് പ്രമാണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. പിന്നെ ശൗലിനോട് പറഞ്ഞല്ലേ, അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകൾ മേധസ്സിനേക്കാളും നല്ലതെന്നൊക്കെ പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവനകളുള്ളത് ശരിയാണ്. എന്നാൽ ലേവ്യ പുസ്തകത്തിൽ ആരാധനയെക്കുറിച്ച്, യാഗങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ ഊനമില്ലാത്തതായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഭൗതികമായിരിക്കുന്ന യോഗ്യതകളാണ് പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഭൗതികമായിരിക്കുന്ന യോഗ്യതയാണ്. യാഗങ്ങൾ കഴിക്കുന്ന അവസരത്തിൽ മറ്റ് ആരാധന കഴിക്കുന്ന കാര്യത്തിൽ, ഉത്സവമായിരിക്കുന്നതിനെ സംബന്ധിച്ച് ഇതിനൊക്കെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പറയുമ്പോൾ ഊന്നൽ എന്ന് പറയുന്നത് ബാഹ്യമായ കാര്യങ്ങൾക്കാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാര്യം മാറി കേട്ടോ. പുതിയ നിയമത്തിൽ ഈ ബാഹ്യമായ കാര്യങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുള്ളത് എന്നുള്ളത് ശരിയാണെങ്കിലും അതിന് ഊന്നൽ നൽകിയല്ല പുതിയ നിയമം പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ ഊന്നൽ എന്ന് പറയുന്നത് ബാഹ്യമാണ് എങ്കിൽ പുതിയ നിയമത്തിൻ്റെ ഊന്നൽ എന്ന് പറയുന്നത് ആന്തരികമാണ്, ഉള്ളിലാണ്, ഹൃദയമാണ്. പുതിയ നിയമത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം, നിങ്ങൾ എന്തൊക്കെ കൊടുത്താലും, നിങ്ങൾ എന്തെല്ലാം ചെയ്താലും, നിങ്ങളുടെ ഹൃദയം ഈ വിഷയത്തിൽ ദൈവസ്വീകാര്യമായ നിലയിലല്ലെങ്കിൽ പുതിയ നിയമത്തെ സംബന്ധിച്ച് ദൈവം അതൊരിക്കലും സ്വീകരിക്കുകയില്ല. കർത്താവ് പർവ്വത പ്രസംഗത്തിൽ നൽകുന്നതിനെക്കുറിച്ച് പറഞ്ഞു അല്ലേ, കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഉടനെ പറഞ്ഞു, മനുഷ്യർ കൊടുക്കുന്ന എന്തിനാ? പഴയ നിയമത്തിൽ പരീശന്മാരും ഒക്കെ കൊടുത്തു പറഞ്ഞാൽ ആളുകൾ കാണുന്നതിന് വേണ്ടിയാ, അതിനുവേണ്ടിയാണ് കൊടുക്കണേ. കുഴലൂതും, പിച്ചക്കാർക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് കുഴലൂതിക്കും. അപ്പോൾ ആൾക്കാരൊക്കെ നോക്കും. അപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ അവരെന്ന് പറയും, ഇദ്ദേഹം എനിക്കൊരു ഔദാര്യമായ ഒരു ദാനം ചെയ്തിരിക്കുന്നു. അത് എല്ലാവരും കണ്ടു. കർത്താവ് പറഞ്ഞു, നിങ്ങളങ്ങനെ കുഴലൂതിക്കുകയൊന്നും ചെയ്യരുത്. വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. എന്നിട്ട് പിന്നെ പറഞ്ഞു, രഹസ്യത്തിൽ കാണുന്ന സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് പരസ്യമായിട്ട് സ്വർഗത്തിൽ വെച്ച് പ്രതിഫലം തരും. ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവഹിതപ്രകാരം പ്രവർത്തിക്കുക എന്നുള്ളതാണ് പുതിയ നിയമത്തെ സംബന്ധിച്ച് പ്രാധാന്യമേറിയിരിക്കുന്ന കാര്യം. ബാഹ്യമായ ക്രമീകരണങ്ങൾ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പഴയ നിയമത്തിൽ ആരാധനയ്ക്ക് വേണ്ടി എല്ലായിടത്തും പോകാനൊക്കത്തില്ല കേട്ടോ. ആരാധന കഴിക്കണമെങ്കിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. യെരുശലേമിൽ വരണം, യെരുശലേമിലെ ദേവാലയത്തിൽ വരണം. അവിടെ യാഗം കഴിക്കാനായിട്ടൊരു യാഗപീഠമുണ്ട്. അവിടെ മാത്രമേ യാഗം കഴിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ശബരിക്കാരത്തെ സ്ത്രീയോട് കർത്താവ് പറഞ്ഞപ്പോൾ പറഞ്ഞു, സ്ത്രീയെ, ഈ മലയിലല്ല യെരുശലേമിലുമല്ല ദൈവത്തെ ആരാധിക്കും, പിതാവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്നുള്ള നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ആരാധന എന്ന് പറയുന്ന സ്ഥലമല്ല കേട്ടോ പ്രാധാന്യം, ആത്മാവിലും സത്യത്തിലുമാണോ ആരാധന എന്നതാണ് ചോദ്യം. ഹൃദയമാണ് പ്രശ്നം. പുതിയ ഉടമ്പടിയെക്കുറിച്ച് നമ്മൾ യിരെമ്യാ പ്രവചനം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ അവരോടൊരു ഉടമ്പടി ചെയ്യും, ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യും. ആ ഉടമ്പടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അവരുടെ പിതാക്കന്മാരെയും മിസ്രയീമിൽ നിന്ന് വിളിച്ച് പുറപ്പെടുവിച്ചപ്പോൾ അവരോട് ചെയ്തതുപോലെയുള്ള ഒരു ഉടമ്പടി
അല്ല, അവര് ആ ഉടമ്പടിയെ ലംഘിച്ചു, എന്നോട് മത്സരിച്ചു. ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന ഉടമ്പടി എന്ന് പറയുന്നത്, ഞാൻ അവർക്ക് പുതിയൊരു ഹൃദയം കൊടുക്കും. എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കും. അതുകൊണ്ട് ഇനിയും ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുന്നത് അപ്പൻ മകനോടും മകൻ അപ്പനോടും നിർബന്ധിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയല്ല. അവർ ദൈവത്തിന് പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തിന് രൂപാന്തരം വന്നതുകൊണ്ട് അവർ തന്നെ അത് ചെയ്യാനായിട്ടുള്ള നിർബന്ധം അവർക്കുണ്ടാകും എന്നുള്ള കാര്യമാണ് യെരമ്യാ പ്രവാചകൻ നമ്മളോട് പറഞ്ഞത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ബാഹ്യമായ സമ്മർദ്ദം കൊണ്ടും, ചില സമ്മർദ്ദമൊക്കെ വേണം കേട്ടോ. ആരാധനാ യോഗത്തിന് വന്നില്ലെങ്കിൽ ഒന്ന് വിളിക്കുന്നത് നല്ലതാണ്. അയ്യോ സഹോദരനെ കണ്ടില്ലല്ലോ, സഹോദരിയെ കണ്ടില്ല, എന്താ വരാഞ്ഞത് ചോദിക്കുന്നത് നല്ല കാര്യമാണ്. എന്നാൽ ആരാധനയ്ക്ക് വരാനുള്ള കാരണം എന്നെ വിളിക്കുമല്ലോ എന്ന് പേടിച്ചിട്ടല്ല. അതല്ല, ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ ദൈവമക്കളുമായി സമ്മേളിച്ച് ദൈവത്തെ ആരാധിക്കാനായിട്ടുള്ള ആ താല്പര്യത്തോടു കൂടെയാണ് ആരാധനയ്ക്കായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഞാൻ പറയാം, ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, പുതിയ നിയമത്തിന് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, പഴയ നിയമം ബാഹ്യമായ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എങ്കിൽ പുതിയ നിയമത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ആന്തരികമായ കാര്യങ്ങൾക്കാണ്, ഹൃദയത്തിനാണ്. ഹെൻഡേഴ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ദി problem of the heart is the heart of the problem. Problem of the heart is the heart of the problem. നിങ്ങൾ ഹൃദയത്തിൽ കുശുമ്പും കുന്നായ്മയും മത്സരവും വിരോധവും ഒക്കെ വെച്ചുകൊണ്ട് അപ്പം നുറുക്കിയാൽ അത് സ്വർഗത്തിൽ ദൈവം സ്വീകരിക്കാൻ പോണില്ല. ഞാൻ ആരാധനയെ പങ്കെടുത്തല്ലോ എന്ന് സ്വർഗം അത് കണക്കാക്കിയിട്ടില്ല കേട്ടോ. ഹൃദയശുദ്ധിയോടുകൂടെ നിർമ്മലതയോടുകൂടെ ദൈവത്തിന് മുൻപാകെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ദൈവത്തോടുള്ള നല്ല ബന്ധത്തിൽ വന്ന് ആ നിലയിലാണ് ദൈവത്തെ ആരാധിക്കാനായിട്ട് ദൈവം പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ആരാധനയുടെ ചടങ്ങ്, കത്തോലിക്കർ പറയും കുർബാന എത്തിച്ചെന്ന് പറയല്ലേ, അങ്ങനെ പറയല്ലേ, കുർബാന എത്തിച്ചു, എത്തിച്ചാലൊന്നും അങ്ങ് ചെല്ലൂല്ലോ കേട്ടോ. ദൈവം സ്വീകരിക്കുന്നതായിട്ടുള്ള ആരാധന ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പാപമോചനം പ്രാപിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം കഴിക്കുന്ന ആരാധനയാണ്. അല്ലാത്തതൊന്നും ദൈവം സ്വീകരിക്കുകയില്ല എന്നാണ് ദൈവവചനത്തിൽ പുതിയ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാൻ സാധിക്കുന്നത്. രണ്ടാമത് കാര്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാം. രണ്ടാമത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, പുതിയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തിന് വരുന്ന വ്യതിയാനമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്താ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് വീണ്ടും ജന്മം പ്രാപിച്ചു. ഇന്ന് നമ്മൾ രാവിലെ കേട്ടതുപോലെ നമ്മെ കർത്താവ് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമ്മൾ ദൈവത്തെ അനുസരിക്കാനുള്ള കാരണം എന്താ? ദൈവത്തെ അനുസരിക്കാനുള്ള കാരണം, ദൈവത്തെ അനുസരിക്കുവാൻ കഴിയുന്ന നിലയിൽ ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ആ നിലയിലുള്ള ഹൃദയം ദൈവം നമ്മളുടെ ഉള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സ്നേഹിക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഹൃദയത്തിന് വ്യതിയാനം വന്നു വീണ്ടും ജന്മം പ്രാപിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജീവൻ ലഭിച്ച ആ ഒരു നിലയിലാണ് നമുക്കിത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാനായിട്ട് വരുന്നത്. അല്ലാതെ ബാഹ്യമായി നാം ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല, ബാഹ്യമായ സമ്മർദ്ദങ്ങളുമല്ല. അപ്പം ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ടാണ് കർത്താവിനെ സ്നേഹിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവത്തെ അനുസരിക്കുന്നത്? അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ, ദൈവം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നു. എനിക്ക് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുകയില്ല. അതാണ് പുതിയ നിയമത്തിൽ നമ്മൾ പറയുന്നതായിട്ടുള്ള കാര്യം. ഐ ഹാവ് ടു ലവ് ഹിം ബിക്കോസ് ഐ ഹാവ് എ ഹാർട്ട് വിച്ച് ലവ്സ് ദ ലോർഡ്. അപ്പം എഫേസ്യ ലേഖനത്തിൽ പറയുന്ന പ്രസ്താവന, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ തന്നെ ധരിച്ചുകൊള്ളുക. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ഹൃദയത്തിൽ, നമ്മളുടെ ഉള്ളിൽ ദൈവം രക്ഷിക്കപ്പെട്ടപ്പോൾ ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്ന, കർത്താവായ യേശുക്രിസ്തുവിന് അനുരൂപമായ രീതിയിൽ രൂപപ്പെടുവാൻ കഴിയുന്ന ഒരു ക്രമീകരണം ദൈവം നമ്മളുടെ ഉള്ളിൽ ആരംഭിച്ചു എന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ പുതുതായ ജനനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തിന് വ്യതിയാനം വന്ന് ഹൃദയത്തെ വ്യത്യാസപ്പെടുത്തി വീണ്ടും ജനിച്ച, ദൈവത്തോട് സ്നേഹമുള്ള
ഒരു സ്ഥിതിയിലാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. മൂന്നാമത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നാലാമതും കൂടെ പറയണം. മൂന്നാമത് പെട്ടെന്ന് പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ, ദൈവഹിതപ്രകാരം ജീവിക്കുവാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണവുമാണ്. ഇന്ന് നാം ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തിയുമാണ്. അത് പുതിയ ഉടമ്പടിയെ സംബന്ധിച്ച് യിരെമ്യാവ് പറഞ്ഞപ്പോൾ അതാ പറഞ്ഞു, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ ആക്കും. ഞാൻ സഹോദരങ്ങളോട് ചോദിക്കാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? രക്ഷിക്കപ്പെട്ട ആളാണ് അതിലുണ്ട് കേട്ടോ. രക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? പുതിയ നിയമത്തിൻ്റെ ക്രമീകരണം എന്ന് പറയുന്നത് നമ്മളെ നിയന്ത്രിക്കുവാൻ, നമ്മളെ രൂപപ്പെടുത്തുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മളെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട്, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ, ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കാനായിട്ടാണ് ദൈവം നമ്മളോട് പറയുന്നത്. നിയമങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും ഒക്കെ അതല്ല, അതിന് കേന്ദ്രീയമായിരിക്കുന്ന വിഷയം അതല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആ കരുത്ത്, അതാണ് പുതിയ നിയമത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വേറെ ഒരു വസ്തുത എന്ന് പറയുന്നതാണ്. നാലാമതല്ലേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നാലാമത് പറയാൻ ആഗ്രഹിക്കുന്നത്, പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം സ്നേഹിക്കാനുള്ള ഉത്തരവാദിത്തമാണ്. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്നേഹിക്കാനുള്ള ഉത്തരവാദിത്തമാണ്. പഴയ നിയമത്തെ എല്ലാം കൂടെ കൺസൈസ് ചെയ്ത് അതിനെ സംക്ഷിപ്തമാക്കിയിട്ട് കർത്താവ് പറഞ്ഞു, എന്താണ് പഴയ നിയമം എന്ന് പറയുന്നത്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. പുതിയ നിയമത്തിൻ്റെ നിർബന്ധമെന്ന് പറയുന്നത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിച്ച ദൈവത്തോടും മനുഷ്യരോടുള്ളതുമായിരിക്കുന്ന സ്നേഹമാണ്. ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹമാണ് യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിലെ അനുസരണത്തിന് കാരണമായിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കാനുള്ള കാരണം എന്താ? സഭയിൽ വരുമ്പോൾ ആൾക്കാർ നോക്കും കേട്ടോ, നോക്കണം, അതൊക്കെ ചെയ്യണം, വിമർശിക്കണം, അതൊക്കെ ചെയ്യണം. പക്ഷെങ്കിൽ ദൈവത്തെ അനുസരിക്കാനായിട്ട് നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നത് ദൈവം നമ്മളെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉറപ്പിച്ച ദൈവത്തോടുള്ള സ്നേഹമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുക, കർത്താവിനോട് സ്നേഹമുണ്ടോ? കർത്താവിന് സ്നേഹമുണ്ടോ? ലോകത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് വിട്ടുകളയാൻ കഴിയാത്ത വിധം ദൈവത്തോടുള്ള സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് ദ ന്യൂ ടെസ്റ്റ്മെന്റ്. അതാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസിനോട് ചോദിച്ചാൽ പറയും, ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഒരു ശക്തിക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ, എന്നെ എന്നല്ല പറഞ്ഞത്, നമ്മെ, കർത്താവ് വിശ്വസിക്കുന്ന എല്ലാവരുടെയും പ്രത്യേകതയായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. വി ലവ് ഗോഡ്. നാം ദൈവത്തെ സ്നേഹിക്കുന്ന ആളുകളാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കർത്താവിനോട് നമുക്ക് സ്നേഹമുണ്ട്. കാരണം കർത്താവ് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത്. കർത്താവിനോട് സ്നേഹമുള്ള ആളുകൾക്ക് മനുഷ്യരോട് സ്നേഹമുണ്ട് കേട്ടോ. കർത്താവിനോട് സ്നേഹമുണ്ടെന്ന് പറയാൻ എളുപ്പം അല്ലേ? എനിക്ക് കർത്താവിനോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ കാണുന്ന സഹോദരനെ സ്നേഹിക്കുകയില്ല. യോഹന്നാൻ അപ്പോസ്തലനോട് ചോദിച്ചാൽ അദ്ദേഹം എന്താ പറയും? എടാ കള്ള എന്നേ പറയത്തുള്ളൂ. നീ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ കാണുന്ന സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. നിന്റെ സ്നേഹം എന്തോ സ്നേഹമെന്ന് ചോദിക്കൂ അല്ലേ? എൻ്റെ പോലെ സഹോദരങ്ങളെ, ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ പ്രദർശിപ്പിക്കുന്നത്, ആ സ്നേഹം മറ്റ് മനുഷ്യരെ സ്നേഹിക്കുവാൻ, സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, ഭാര്യയെ സ്നേഹിക്കുവാൻ, ഭർത്താവിനെ സ്നേഹിക്കുവാൻ, മക്കളെ സ്നേഹിക്കാൻ, ആ നിലയിൽ രൂപപ്പെടുമ്പോഴാണ് അത് യഥാർത്ഥമായിരിക്കുന്ന ദൈവസ്നേഹമായിട്ട് തീരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഹൃദയങ്ങളിൽ പകർന്ന സ്നേഹം. പുതിയ നിയമസഭയുടെ ചിഹ്നം എന്താ അടയാളം? എന്താ? എങ്ങനെയാ യേശുക്രിസ്തുവിന് ശിഷ്യനാണെന്ന് അറിയുന്നത്? ന്യായപ്രമാണ പുസ്തകം തലയിൽ വെച്ച് നടക്കുന്നുകൊണ്ടാണോ? അല്ലെന്നേ, ഒന്നുമല്ല. എങ്ങനെയാ അറിയുന്നേ? എങ്ങനെയാ മോനെ? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ് എന്ന് സകല മനുഷ്യരും അറിയും. സ്നേഹമുണ്ടോ? ഉണ്ടോ? ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകർന്നതായിരിക്കുന്ന സ്നേഹം. ക്ഷമിക്കുവാനും പൊറുക്കുവാനും.
ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുവാൻ, അവരുടെ മുൻപിലൊന്ന് കുനിഞ്ഞു കൊടുക്കുവാൻ, അതിനൊക്കെ ഉള്ളതായിരിക്കുന്ന മനസ്സ് നമുക്കുണ്ട്. ദൈവമേ, വഴക്കുണ്ടാക്കുമ്പോഴല്ലയോ ആളുകളുടെ ശരിയായ സ്വഭാവം നമുക്ക് മനസ്സിലാവണേ. താഴുമോ മനുഷ്യർ? ഇല്ല, അങ്ങനെ നിൽക്കുകയില്ലയോ. എന്നിട്ട് ദൈവത്തോട് സ്നേഹമാണെന്ന് പോലും. അയ്യോ, ദൈവസ്നേഹം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതല്ലേ, മനുഷ്യനെ സ്നേഹിക്കാനായിട്ട് നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നതല്ലേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. അത് നമുക്ക് ചുമക്കുവാൻ കഴിയുന്ന ഒരു ചുമടല്ല. അത് ആ ചുമട് നമ്മിൽ നിന്നും മാറ്റി യേശുക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാണ്, പുതിയ ഉടമ്പടിയുടെ ആരംഭമാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായിട്ട് തീർന്നിരിക്കുന്നു. മൂന്നാമത് പറയാൻ കഴിയുന്നത്, ഈ പുതിയതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബാഹ്യമല്ല, ആന്തരികമായ ക്രമീകരണമാണ്. ഇത് സ്വയശക്തിയല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഇത് സ്നേഹത്തിൻ്റെ പരിപാടിയാണ്. ആ നിലയിലാണ് കർത്താവ് പുതിയ നിയമത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ രൂപപ്പെടുത്തി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരുവാൻ ഈ നാളുകൾ നമുക്കിടയായി തീർന്നുവെങ്കിൽ, ഭാഗ്യസമ്പർദ്ദം കൊണ്ടൊന്നുമല്ല കേട്ടോ. ഞാൻ യേശുവിനെ അറിഞ്ഞതുകൊണ്ട്, യേശുവിനെ ആത്മാവിൻ്റെ ഹൃദയത്തിലേക്ക് വന്നതുകൊണ്ട്, ആ സ്നേഹം അവൻ്റെ ഹൃദയത്തിൽ പകർന്നതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, എൻ്റെ സഹോദരന്മാരെയും എൻ്റെ അയൽക്കാരെയും സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിരന്തരമായി രൂപാന്തരപ്പെടുത്തുന്നു. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹമുള്ള വാഴ്ത്തപ്പെട്ട പിതാവേ, യേശുക്രിസ്തുവിൽ കൂടെ ഞങ്ങൾക്ക് തന്ന അത്ഭുതകരമായ ദൈവത്തോടുള്ള ബന്ധത്തിനും ഈ അത്ഭുതകരമായ ദൈവിക ക്രമീകരണത്തിനുമായിട്ട് ഞങ്ങൾ നന്ദിയോടുകൂടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളിനി ന്യായപ്രമാണത്തിൻ്റെ അധീനതയിലല്ല, ദൈവത്തിന് കൃപയുടെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ അധീനതയിൽ, സ്വാധീനത്തിൽ, നിയന്ത്രണത്തിൽ ഞങ്ങളെ ആക്കിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടുകൂടെ കർത്താവിന് സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അവിടുത്തെ പാദപീഠം ഞങ്ങൾ സമർപ്പിക്കുന്നു. ക്രിസ്തീയ സ്വാതന്ത്ര്യവും ക്രിസ്തീയ രൂപാന്തരവും ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം അനുഭവിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.